വീര്യം കുറഞ്ഞ മദ്യനയത്തിൽ തീരുമാനമെടുക്കേണ്ടത് UDF ആണെന്ന് PJ കുര്യൻ. മുന്നണിയിൽ മാത്രമല്ല പാർട്ടിയിലും ചർച്ച ചെയ്യണമെന്നും PJ കുര്യൻ. മദ്യമേ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് തന്റെ അഭിപ്രായമെന്നും PJ കുര്യൻ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം എന്ന് പറയുന്നത് പോളിസി മാറ്ററാണ്. അത് തീർച്ചയായും പാർട്ടിയും ചർച്ച ചെയ്യണം. UDF ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. പാർട്ടിയും ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് പാർട്ടിയും ചർച്ച ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ നിലപാടെന്ന് പറയുന്നത്, ഞാനുള്ള കാര്യം പറയാം, എൻ്റെ നിലപാട് മദ്യമേ പാടില്ലെന്നാണ്. എനിക്ക് മദ്യം വീര്യം കുറഞ്ഞതും വീര്യം കൂടുതലും ഏതായാലും മദ്യം നല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. സുജു, കൂടുതൽ കോൺഗ്രസ് നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാരൊക്കെ VM സുധീറിന് പിന്നാലെ ഇതാ VD സതീശിനെതിരെ രംഗത്തെത്തുകയാണ്. നയപരമായ വിഷയമാണ് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ. അത് കോൺഗ്രസും UDFും ചർച്ച ചെയ്യണം. പക്ഷേ UDF ചെയർമാനായ VD സതീശൻ ഇതുവരെ UDF വിളിച്ചിട്ടില്ല. മാത്രമല്ല ഇതേ സംബന്ധിച്ച് നികുതി കുറച്ചു കൊടുക്കുന്ന തീരുമാനവുമായി മുമ്പോട്ട് പോകും. ധനബില്ലിലും അതെത്തും എന്നാണ് കാണാനും ഇതുവരെ അറിയാനുമാകുന്നത്. എന്തൊക്കെയാണ് PJ കുര്യൻ്റെ വിമർശനം ഒളിയമ്പ്? ആജിംഷ, തീർച്ചയായിട്ടും UDF മദ്യനയത്തെ ചൊല്ലി UDFിനുള്ളിൽ തന്നെ കലഹം രൂക്ഷമായിരിക്കുകയാണ്. ഘടകകക്ഷികളിൽ പലർക്കും വലിയ എതിർപ്പുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ ഏകപക്ഷീയമായി വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് നൽകിയത്. ഇപ്പോൾ ഇതാ PJ കുര്യൻ VD സതീശനെ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് അത് സ്വാഭാവിക നടപടി എന്നാണ് പറയുന്നത്. എന്നാൽ എന്താണ് മുഖ്യമന്ത്രി ഇത്ര തിടുക്കമിട്ടുകൊണ്ട് അത് അർജന്റ് ഫയലായി അതിന് മൂവ് ചെയ്തതിനെപ്പറ്റി ചോദിക്കുമ്പോൾ PJ കുര്യന് ഉത്തരവുമില്ല. മുഖ്യമന്ത്രിക്ക് വ്യത്യസ്തമായി താൻ പറയാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ പറഞ്ഞത്. എന്നാൽ മദ്യനയവുമായി ബന്ധപ്പെട്ട വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട UDF ചർച്ച ചെയ്താൽ മാത്രം പോരാ, അത് പാർട്ടിക്കുള്ളിലും ചർച്ച ചെയ്യണമെന്നാണ് PJ കുര്യൻ്റെ നിലപാട്. അതായത് ഈ വിഷയം വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണോ വേണ്ടോ എന്ന വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്ന നിലപാടിൽ തന്നെയാണ് PJ കുര്യനുള്ളത്. അതിന് പുറമെ PJ കുര്യൻ KM ഷാജിയുടെ നിലപാടിനെ തള്ളിപ്പറയുന്നുണ്ട്. KM ഷാജി കേന്ദ്ര സർക്കാരിൻ്റെ ലോഗോ എന്ന തരത്തിൽ ലഘൂകരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ചിത്രം പതിപ്പിക്കുന്നതിനെ ന്യായീകരിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് PJ കുര്യൻ പറയുന്നത് സർക്കാരിൻ്റെ വീട് എന്ന് എഴുതി വെക്കുന്നത് ഉചിതമല്ല, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം, അത് ശരിയല്ല എന്ന തരത്തിൽ PJ കുര്യൻ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ UDFിൻ്റെ മന്ത്രിമാരുടെ പല നിലപാടിനെയും കുര്യൻ വിമർശിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കെതിരെ ഇന്നും PJ കുര്യൻ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. പണി നിലവാരമുണ്ടെങ്കിലും ധാരാളം അലിഗേഷൻസ് ഉണ്ടെന്നാണ് PJ കുര്യൻ പറഞ്ഞത്. എന്തായാലും കോൺഗ്രസ് മന്ത്രിസഭയിലെ അല്ലെങ്കിൽ UDF മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പല നിലപാടുകളും മുതിർന്ന നേതാക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. അജിംഷാദ.